ശ്രീ മേജർ രവി, കഴിഞ്ഞ ദിവസം ചർച്ചയിൽ നമ്മൾ പറഞ്ഞതാണ്, റഫേൽ വിമാനങ്ങൾ സജ്ജമാകുന്നു, അറബിക്കടലിൽ യുദ്ധക്കപ്പലുകൾ അണിനിരക്കുന്നു, കരസേനയും തയ്യാറ്. എന്താണ് ഇത് നൽകുന്ന സൂചനയെന്ന്? ആ സൂചനയോ പാതിരാത്രിക്കു ശേഷം നമ്മൾ കണ്ടത്? ഡെഫിനറ്റ് ആയിട്ടും അതിൻ്റെ ഒരു സൂചന. ഇവിടെ ആളുകൾ പലരും ചോദിച്ച് ആ 4 പേരെ എന്തുകൊണ്ട് പിടിച്ചില്ല? അവരുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ നാരോ മൈൻഡഡ്. അവരിവിടെ ഈ ഇപ്പുറത്തിരുന്നുകൊണ്ട് അയലോക്കക്കാരൻ്റെ വേലി തുറക്കുന്നതോ അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു ചിന്താഗതിക്കാർക്കാണ് ഈ 4 പേരെ എന്തുകൊണ്ട് പിടിച്ചില്ല ഒരു രാജ്യം ചോദിക്കുമ്പോൾ. അതിന് ഞാൻ കൗണ്ടറായിട്ടുള്ളൊരു മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം വീരപ്പനെ പിടിക്കാൻ വേണ്ടി നിങ്ങൾ എത്ര കാലം ഇവിടെ കിടന്ന് തലകുത്തി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത്, കൊല്ലങ്ങളോളം. അപ്പം ഇതൊക്കെ ഒരു ഡിക്കോയ് ആയിരുന്നു. കാരണം വെച്ചാൽ അവരുടെ പിറകിൽ ഇന്ത്യ പോകുന്നു, ആൾക്കാരെ ചേസ് ചെയ്യുന്നു എന്നുള്ള പോലെ കാണുന്ന സമയത്ത് പാകിസ്ഥാൻ പോലും ചിന്തിച്ചു കാണില്ല ഇതുപോലുള്ള പ്ലാനിങ് ഇപ്പുറത്ത് നടക്കുകയായിരുന്നു. പിന്നെ എന്തിനാണ് ആർമി ഇത്രയും ആർമികളെ അങ്ങോട്ട് മൂവ് ചെയ്ത് കൊണ്ടുപോയിട്ട്? കാരണം ഈ 370 ആർട്ടിക്കിളിന് ശേഷം കുറേ നമ്മൾ അവിടുത്തെ ഫോഴ്സുകളെ കുറച്ചിട്ടുണ്ട്. കാരണം സ്ലോ ആക്കിയിട്ട് ജനങ്ങൾക്ക് മനസ്സമാനം കാണിക്കാനും അവരുടെ ആ ഒരു മനസ്സ് ഓക്കെ എല്ലാം ഓക്കെയാണ് എന്നുള്ളൊരു ഫീല് കൊടുക്കുക എന്നുള്ളത്, അതാണ് രാജ്യം ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ജനങ്ങളെ മനസ്സമാനത്തിൽ ജീവിപ്പിക്കാമെന്നും. അതിനാണ് നമ്മുടെ മോദി ഗവൺമെന്റ് ഈ പ്ലാനിങ് ചെയ്ത് ഈ 370 കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ സമാധാനമായിട്ട് കൺസ്ട്രക്ഷൻസും ഈ കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ ഡെവലപ്മെന്റ് നടക്കുന്ന സമയത്താണ് ഇവർ വന്ന് ഇപ്പുറത്ത് വന്നിട്ട് നിസ്സഹായരായിട്ടുള്ള ഭീരുക്കൾ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ഭീരുക്കൾ, എവിടെയോ കിടക്കുന്ന ആളുകൾ സൂഹിക്കാൻ വേണ്ടി വന്ന ആ 26 നിഷ്കളങ്കരെ വളരെ ഭീകരമായിട്ട് അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് അച്ഛനെ കൊല്ലുന്നു, അതുപോലെ തന്നെ മകളുടെ മുന്നിൽ വെച്ചിട്ട് അച്ഛനെ കൊല്ലുന്നു, ഭർത്താവിനെ കൊല്ലുന്നു, ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രാജ്യം വെറുതെ ഇരിക്കുന്നതെന്ന് നിങ്ങൾ തോന്നരുത് എന്നുള്ളതാണ് ഈ രാത്രിയിൽ 7-ാം തീയതി കാലത്ത് ഏർലി മോർണിംഗ് 1:34 അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പ്രിപ്പറേഷൻസ് ആയിരുന്നു നമ്മൾ അന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞത്. അവിടെ അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നത്, ഇതിന്റെ അറ്റാക്ക് പുൽവാമയിലോ അല്ലെങ്കിൽ ഈ പേൽഗാമിലോ ആവില്ല. ഇതിന്റെ അറ്റാക്ക് എന്ന് പറയുന്നത് പൂഞ്ച് രജോറി സെക്ടറിൽ നിന്ന് താഴത്തോട്ടിങ്ങ് വരും. ആ താഴത്തോട്ട് വന്നതാണ് ഇപ്പോഴും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എവിടേക്ക് മുസഫാബാദിൽ നിന്ന് ഇങ്ങോട്ട് താഴത്തോട്ടിങ്ങ് വന്നിരിക്കുകയാണത്. അത് ഇസ്ലാമാബാദിന്റെ സൈഡ് തൊട്ടടുത്ത് റാവൽപിണ്ടി, ഇതിന്റെ എല്ലാം അടുത്താണ് ഇപ്പൊ ഈ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഇവിടെ എല്ലാം മെയിൻ സ്ഥലങ്ങളാണിതെല്ലാം. അതുപോലെ തന്നെ ഇങ്ങോട്ട് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഗുജറാംവാല ഏരിയ, അത് നേരെ ഓപ്പോസിറ്റ് പാകിസ്ഥാൻ സെക്ടറും ഇതെല്ലാം ബോർഡർ ഏരിയയാണ് ഇത് നോക്കിക്കഴിഞ്ഞാൽ. അപ്പം ഒരു 3 സ്ഥലം പാകിസ്ഥാൻ 6 സ്ഥലങ്ങൾ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിൽ ആണ് ഇന്ത്യ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അത് രജിസ്റ്റേർഡ് മിലിറ്റന്റ് ക്യാമ്പുകളെയാണ് തകർത്തിരിക്കുന്നത്. ആ തകർത്തിരിക്കുന്ന എന്തിനെന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ അടുത്ത് നീ സ്പോൺസർ ചെയ്യുന്ന നിന്റെ മിലിറ്റൻസിനെ ഞങ്ങൾ അടിച്ചിട്ടുണ്ട്, ഇനി ഇതിന്റെ പേരിൽ നീ ചോദ്യം ചെയ്യാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിനുള്ള പണി നിനക്ക് തരും എന്ന് കാണിക്കാനാണ് താഴത്തേക്ക് സിയാൽകോട്ടിലേക്കും അതുപോലെ തന്നെ മുരടിക്കലും മുൾത്താൻ സെക്ടറിൽ ബാവൽപൂരിലും ഓരോരോ അടി കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്നറിയോ? നിങ്ങൾ തിരിച്ച് ഇനി ഇതിന്റെ മുകളിൽ റിട്ടാലിയേറ്റ് വന്നു കഴിഞ്ഞാൽ ഇതും കൂടെ നിങ്ങൾക്കൊരു വാർണിംഗ് ആണ്. കാരണം ഇവിടെ നിങ്ങൾ എന്തെങ്കിലും അവിടെ മുകളിൽ ഇതിന്റെ റിട്ടാലിയേഷൻ ചെയ്താലും ഇവിടുത്തെ റിട്ടാലിയേഷൻ വിൽ ബി ലൈക്ക് എ വാർ, ഒരു യുദ്ധസമാനമായിട്ട്. കാരണം ബോർഡറാണ് ക്രോസ് ചെയ്യാൻ പോകുമ്പോൾ. ബോർഡർ ക്രോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമ്മുന്ന് താഴത്തോട്ട് പട്ടാൻകോട്ട്, അമൃത്സർ, അതുപോലെ തന്നെ ഗംഗാനഗർ, ഈ പണ്ട് പോക്രാൻ, ഈ ഏരിയ എല്ലാം നമ്മൾ ഫുള്ളി ആംഡാണ്. എല്ലാം ആമഡിന്റെ ഫുൾ സ്ട്രോങ് ആയിട്ടൊരു ഹോൾഡാണ് ഈ കിടക്കുന്നത്. അതുപോലെ തന്നെ റിസർവിൽ കിടക്കുന്ന പല ആമഡ് ഡിവിഷൻസും മൂവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇങ്ങോട്ട്. അപ്പൊ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വന്ന് ചെയ്തതിന് ഞങ്ങൾ ഇതാ ഉത്തരം തന്നിരിക്കുന്നു. ഇനി ഇതിന്റെ പേരിൽ നീ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അതിന് മുന്നേ നമ്മൾ നല്ല പ്രിപ്പറേഷനാണ് നടത്തിയത്. ആ പ്രിപ്പറേഷനാണ് അവരുടെ ഒന്ന് വെള്ളം തുറന്നു വിട്ടിട്ട് ഓടിച്ചു. അപ്പൊ അതായത് ആദ്യം നയതന്ത്രപരമായി ആക്രമിക്കുക, പിന്നീട് കാരണം ഇത് ജനങ്ങളെ പോലും നമ്മുടെ സൈഡിലേക്ക് ആക്കിയത് എങ്ങനെയാ വെച്ചാൽ, നിങ്ങൾ വെറുതെ ചൊറിയാൻ പോയിട്ടുള്ള ഇന്ത്യയും ഇതുവരെ ഒന്നും ചെയ്യാത്ത ഇന്ത്യ വെള്ളം തുറന്നു വിട്ടു. അത് വാണിംഗ് ഇല്ലാതെ തുറന്നു വിട്ടു. പിന്നെ ചിലടത്ത് ജലം സൈഡിൽ അതിന്റെ ഡാം ഫുൾ അങ്ങ് ലോക്ക് ചെയ്ത് കളഞ്ഞു, വെള്ളത്തിന് ശല്യം. ഇത് കഴിഞ്ഞ് ഇപ്പൊ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്തു, ഇവിടുന്ന് പോകുന്ന എക്സ്പോർട്ട് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തു. അപ്പം എന്തായി? അരിക്ക് വില കൂടി. അവരുടെ ഏറ്റവും വലിയ ഭക്ഷണമായിട്ടുള്ള കോഴി അതൊന്ന് അവരുടെ പാകിസ്ഥാനിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വീട്ടിലും കോഴി ഇല്ലാതെ ഒരു ദിവസത്തിന്റെ ചാപ്പാട് കംപ്ലീറ്റ് ആവില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഇന്നിപ്പോൾ കോഴി കിട്ടുന്ന 500 രൂപയ്ക്ക്, അരി കിട്ടുന്ന 500 രൂപയ്ക്ക്, ഈ ലെവലിലേക്ക് ഇങ്ങോട്ട് ആക്കിയിട്ട്
ജനങ്ങളിപ്പം എന്തുകൊണ്ട് അവരുടെ ഗവൺമെന്റിനെ കുറ്റം പറയാൻ തുടങ്ങി? നിങ്ങൾ കാരണമല്ലേ ഇതെല്ലാം വില കൂടിയിട്ട് ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പൊ അവർ എതിർക്കുന്നത് ആരെയാണ്? അവരുടെ പട്ടാളക്കാരെ തന്നെ. നിങ്ങളുടെ ഈ ഒരു സ്വാർത്ഥമായിട്ടുള്ള ഒരു പ്രവൃത്തി കൊണ്ടല്ലേ നമ്മളിതൊക്കെ ISIയുടെ ഈ ഒരു പ്രവൃത്തി കൊണ്ടല്ലേ ഇന്നിപ്പോ ഇന്ത്യക്കാർ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യക്കാരും കുറ്റം പറയില്ല. ആ കുറ്റം പറച്ചിൽ മുഴുവൻ ആർമിക്കാരോട് ആയതുകൊണ്ട് എന്തായി? ആർമിക്ക് എഗൻസ്റ്റ് ആയി ലോക്കൽ സപ്പോർട്ട്. ഇന്ന് ഇവിടെ ഒരു യുദ്ധത്തിന് പോകുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കോളൂ, അങ്ങനെ വല്ലതും സംഭവം നടക്കുകയാണെങ്കിൽ ഇവിടുന്ന് പട്ടാളക്കാർ ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡർ ഏരിയയിലോട്ട് വരുന്ന സമയത്ത് അവിടുത്തെ വില്ലേജുകാർ മുഴുവൻ സിന്ദൂരവും വിളക്കും കത്തിച്ചുകൊണ്ട് ആദ്യം കൊടുത്ത് നെറ്റിയിലൊരു കുറി, സിന്ദൂരത്തിന്റെ കുറിയും തൊടിയിച്ചിട്ടായിരിക്കും പട്ടാളക്കാർ ഇവിടുന്ന് നമ്മുടെ വില്ലേജസ് പറഞ്ഞു വിടുന്നത്. അതേസമയത്ത് അപ്പുറത്ത് അവർ ചെരുപ്പൂരി അഴിക്കായിരിക്കും യുദ്ധത്തിന് പോകുന്നവന്മാരെ. ഈ രണ്ട് സിറ്റുവേഷനാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇന്ത്യയിൽ നമ്മളെല്ലാവരുടെ അടുത്തും പറയുന്നത് ഞങ്ങൾ ആരും ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല, പക്ഷെ ഇതിന് അടിച്ചതിന് നമ്മൾ തിരിച്ചു കൊടുക്കും. അപ്പൊ ഇന്ത്യൻ ജനത മുഴുവൻ ഒറ്റക്കെട്ടാണ് ഇപ്പം. പക്ഷെ പാകിസ്ഥാനിൽ അങ്ങനെയല്ല. ജനങ്ങൾ മുഴുവൻ ഇവരോട് എതിർത്തുപോയി. ആ സൈക്കോളജിക്കൽ ആൻഡ് ഡിപ്ലോമാറ്റിക്കൽ മൂവാണ് നമ്മൾ ചെയ്തത് ഈ ലാസ്റ്റ് 14 ദിവസം. വെള്ളം കെട്ടിയിരുന്ന അവരെ ജനങ്ങളെ ശ്വാസം മുട്ടിച്ച് അവരങ്ങ് ലോക്കായി കഴിഞ്ഞ സമയത്ത് അവർ പോലും ഇപ്പൊ ആർമീനെയാണ് കുറ്റം പറയുന്നത്. അവരുടെ ആർമീനെയാണ് കുറ്റം പറയുന്നത്, അല്ല നമ്മളെല്ലാം കുറ്റം പറയുന്നത്. അതാണ് ഒരു പോസിറ്റീവ് മൂവ് ചെയ്തുകൊണ്ട് നമ്മൾ അറ്റാക്കിന് ആ കൊടുക്കേണ്ട അടി കൊടുത്തു. ഇനി ഉണ്ടായിരിക്കും കുറച്ചു നേരത്തിന്. ശ്രീ മേജർ രവി, അതായത് ലഷ്കറിൻ്റെയും ജെയ്ഷയുടെയും ആസ്ഥാനങ്ങളിൽ ആക്രമണം നടത്തുന്നു. അതായത് യുദ്ധമാണിതെങ്കിൽ അതിൻ്റെ നീതി ഞങ്ങൾ തുടക്കത്തിലേ പുലർത്തുന്നു എന്ന് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കൂടി വെളിവാക്കുവാനുള്ള ഒരു ശ്രമം കൂടിയല്ലേ ഭാരത സൈന്യം സർക്കാർ നടത്തിയത്? ഡെഫിനറ്റായിട്ടും അതുകൊണ്ടാണ് ഭാരത സൈന്യം അല്ലെങ്കിൽ സർക്കാർ ഇപ്പം മോദി ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് എന്തായിരുന്നു? ദേ മെയ്ഡ് സച്ച് വണ്ടർഫുൾ. എല്ലാവരും ചോദിച്ചു മോദി എല്ലാം രാജ്യങ്ങൾ ഇറങ്ങണോ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ സ്ട്രെങ്ത് വളർത്തണമെങ്കിൽ എല്ലാ ലോകരാഷ്ട്രങ്ങളുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കണം. ആ ബന്ധങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഇവരെയൊക്കെ വിസിറ്റ് ചെയ്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളും അവരുമായിട്ടുള്ള നയതന്ത്രമായിട്ടുള്ള കരാറുകൾ ഒപ്പിട്ടുകൊണ്ട് അവർക്ക് വേണ്ട ഹെൽപ്പുകൾ എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കലാണ് ഒരു പ്രധാനമന്ത്രിയുടെ. ഇവിടെ ചോദിക്കും നിങ്ങൾ എന്ത് ചെയ്തു? ഈ ചോദിക്കുന്നതോടെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മുഖ്യമന്ത്രിമാര് കളിക്കുന്ന പോലെ അല്ല ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കളിക്കേണ്ടത്. ആ കളിയാണ് ഇത്രയും കാലം കണ്ടുകൊണ്ടിരുന്നത്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമ്മുടെ ആൾക്ക് എന്ത് വില കൊടുക്കണം എന്നുള്ളത് ജനങ്ങൾ കൊടുത്തു. അതുകൊണ്ടാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഓരോരുത്തരും പെട്ടെന്നാണ് നമുക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളത് വരുന്നത്. നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പാകിസ്ഥാൻ ഇപ്പൊ കടന്ന് പിച്ച് ചട്ടി എടുത്തോണ്ട് തെണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ UN പോകുന്നു, നിങ്ങൾ ഇവരെ നിർത്തൂ എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ട്? കാരണം അവരിതുപോലെ ഡിപ്ലോമാറ്റിക്കൽ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടില്ല. ഇത് രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു പ്രധാനമന്ത്രി ചെയ്തിരിക്കുന്ന സ്റ്റാൻഡ് ഇന്നേ വരെ 2014 മുന്നേ ഒരു പ്രധാനമന്ത്രിക്ക് കിട്ടാത്ത ഒരു പൊസിഷൻ. ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് യെസ് ഷീ വാസ് ഹാവിങ് എ കൈൻഡ് ഓഫ് ഡിപ്ലോമസി, ബട്ട് ഇതുപോലെ അല്ലാതെ ഇത് ഏത് സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളുമായിട്ട് ബന്ധങ്ങൾ പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തിനാണ്? നമ്മുടെ രാജ്യത്തിന് സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ ഒരിക്കലും നമ്മുടെ മേൽക്ക് ഗൺ ചൂണ്ടാനുള്ള ഒരു അവസരം കൊടുക്കരുത്. അതെങ്ങനെയാണ്? നിങ്ങളുടെ വീട്ടിൽ ഞാൻ വരുന്നു, ചാപ്പാട് വയ്ക്കുന്നു, നിങ്ങളെ സംസാരിക്കുന്നു, നിങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. ഒരിക്കലും അവരതിനെ കുറിച്ച് ചിന്തിക്കില്ല. എപ്പോഴും പറയും ഇല്ലല്ല കഴിഞ്ഞ ആഴ്ചയല്ലേ നമ്മൾ പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ചത്, വി ഷുഡ് സപ്പോർട്ട് ദം. ഇതാണ് ഡിപ്ലോമാറ്റിക്കൽ മൂവ് നമ്മുടെ പ്രധാനമന്ത്രി ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിന്റെ മൂവ്മെന്റ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ചെയ്തിരിക്കുന്നത് എന്താണ്? എല്ലാം കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രി 4 ദിവസം മുന്നേ പറഞ്ഞു ആർമി നൗ യു ടേക്ക് ഓൺ. കാരണം ആർമിക്ക് അറിയാം ഈ ബോർഡർ ഈ LOCയിൽ എന്താണ് അപ്പുറത്തുള്ള സിറ്റുവേഷൻ, ഏതൊക്കെയാണ് ഇവന്മാരുടെ ക്യാമ്പുകൾ, എവിടേക്കാണ്, അതിന് നമ്മുടെ ഇപ്പുറത്തുള്ള ഏത് യൂണിറ്റാണ് അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ആർമി ചീഫിനെ വിളിച്ചിട്ട് ജനറൽ ദ്വിവേദിയോട് പറഞ്ഞ് യു ക്യാരി ഓൺ, എയർഫോഴ്സ് ചീഫ് ആൻഡ് യു കോർഡിനേറ്റ് നേവി ചീഫ്. ഈ 3 പേർക്കും അധികാരം കൊടുത്തപ്പം നേവിയുടേതായിട്ടുള്ള മൂവ്മെന്റ് ചെയ്ത് എല്ലാം പ്രിപ്പയർഡ് ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് അറേബ്യൻ ഓഷ്യനിലോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ശരി പാകിസ്ഥാൻ എന്തെങ്കിലും മൂവ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ബ്ലോക്ക് മുഴുവൻ നമ്മൾ സബ്മറൈൻ അടക്കം അവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഈ സബ്മറൈൻ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മുടെ സബ്മറൈൻ ചെല്ലുന്നതിന് അതിൻ്റെതായിട്ടുള്ളൊരു പവർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ അടിച്ചിരിക്കുന്ന അടി എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഇന്ത്യക്കാരനും ഇന്ത്യയോടുള്ള വികാരം
ഉള്ള ഓരോരുത്തരും വിചാരിച്ചാണ് അടിക്കണം സാർ എന്ന് പറഞ്ഞിരുന്ന ആ ഇന്ത്യക്കാരന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോ നമ്മുടെ ഗവൺമെന്റ് ഈ ഒരു സന്തോഷ വർത്തമാനം കൊടുത്തിരിക്കുന്നത്. യുദ്ധം എന്ന് പറയുന്നത് ഒരിക്കലും സന്തോഷ വർത്തമാനമല്ല. പക്ഷേ നമ്മുടെ അഭിമാനത്തിൽ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ അതിനെ തിരിച്ചു ചോദിക്കാൻ ചങ്കൂറ്റമുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് അവിടെയാണ് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കുന്നത്. ഇവിടെ ഭരണപക്ഷം എന്നുള്ളതോ അല്ലെങ്കിൽ പ്രതിപക്ഷം എന്നുള്ളതോ ഒന്നും നമ്മൾ ചിന്തിക്കണ്ട. ജനങ്ങളുടെ വികാരത്തെ മാനിച്ചോളൂ. ആ വികാരത്തിനെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ നോക്കിയാലും ജനങ്ങൾ ഹാപ്പി ആയിരിക്കും. യെസ്, നിഷ്കളങ്കരായിട്ടുള്ള ആ 26 ഞങ്ങളുടെ ഇന്ത്യൻ സഹോദരന്മാരെ നിങ്ങൾ വെറുതെ വന്നിട്ട് വെടിവെച്ചിട്ടും കൊന്നിട്ട് ഇത്രയും വൈകാരികമായിട്ട് ഓരോരോ ഫാമിലിനെയും ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്ത് പേരക്കുട്ടികളുടെയൊക്കെ മനസ്സിൽ മുത്തശ്ശൻ മരിക്കുന്നത് കൺമുന്നിൽ കാണേണ്ട അവസ്ഥ ഉണ്ടാക്കി കൊടുത്ത ഈ ഒരു സിറ്റുവേഷന് നിനക്കുള്ള മറുപടി ഇതാടാ. അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. ആ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിക്കലിയും ഡിപ്ലോമാറ്റിക്കലിയും എല്ലാം ചെയ്തുകൊണ്ട് ഇന്ന് ഈ 1:30 ഏർലി മോർണിംഗ് ഈ അടിച്ചിട്ടുള്ള അടി എന്ന് പറയുന്നത് ഈ 140 കോടി ജനങ്ങളുടെ വികാരത്തിനെ മാനിച്ചുകൊണ്ട്, കാരണം എന്താ വെച്ചാൽ ഈ വികാരത്തെ മാനിച്ചുകൊണ്ട് നമ്മൾ വിവേകം കളഞ്ഞും ചെയ്ത് കഴിഞ്ഞിരുന്നെങ്കിൽ, അന്ന് തന്നെ അടിച്ചിരുന്നെങ്കിൽ ഇതിന്റെ റിപ്രക്കേഷൻസ് വേറെ വരുന്നത്. ലോകരാഷ്ട്രം പോലും പെട്ടെന്ന് ശ്രീ മേജർ രവി, അതായത് വിവേകപൂർവമായ തിരിച്ചടി എന്ന് തന്നെ നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കണം. കഴിഞ്ഞ ദിവസം പകൽ സുരക്ഷാ സമിതി, അതായത് UN സുരക്ഷാ സമിതി പാകിസ്ഥാനെ അവിടെ നിർത്തിപ്പൊരിച്ചിരുന്നു. നിങ്ങളെന്തിനാണ് ആണവ ഭീഷണി മുഴക്കിയത്? നിങ്ങളെന്തിനാണ് മിസൈലുകൾ തുടരെ പരീക്ഷിച്ചത്? നിങ്ങളെന്തിനാണ് ഇന്ത്യയെ പ്രകോപിപ്പിച്ചത്? അതായത് ഒരർത്ഥത്തിൽ രാജ്യാന്തര തലത്തിൽ ഈ വിഷയത്തെ മാറ്റി തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള പാക് ശ്രമത്തെ UN സുരക്ഷാ സമിതി അമ്പെ പൊളിക്കുന്നു. അത് ആ ദിവസം തന്നെ അർദ്ധരാത്രി കഴിഞ്ഞുടൻ ഭാരതത്തിൻ്റെ തിരിച്ചടിയും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെടുന്നു പാകിസ്ഥാൻ. സ്വന്തം ജനങ്ങളിൽ നിന്ന് പോലും എതിർപ്പ് ഉണ്ടാക്കിപ്പിച്ചു ഇന്ത്യ. അതാണ് കളി. അവരിവിടെ വന്നിട്ട് നമ്മുടെ ഉള്ളിലൊരു മതേതരത്വം പുലർത്തുന്ന ഒരു രാജ്യത്ത് ഇവിടുത്തെ ഈ ഒരു ടിപ്പിക്കൽ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ഡയലോഗും പറഞ്ഞിട്ട് രണ്ടുപേരോട് ഒന്ന് എന്താണ് ഹിന്ദുവാണോ മുസ്ലിമാണോ, അത് വലിയൊരു ഭീകരമായിട്ടുള്ളൊരു ഡയലോഗായിരുന്നു അത്. അതിന്റെ പ്രത്യാഘാതം വരാതിരുന്നത് നമ്മളെപ്പോലെ കുറച്ച് ആൾക്കാർ ചിന്തിച്ചു. ഇതിന്റെ പിറകിൽ എന്തോ ഉണ്ടല്ലോ. പല മീഡിയാസും അതിനെ അങ്ങ് എടുത്തിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവലോകനം നടത്തിയപ്പോൾ ജനങ്ങളുടെ ആ വികാരം അങ്ങ് പോയി കിട്ടി. ഇതിൽ ഹിന്ദു ഇല്ല മുസ്ലിമും ഇല്ല, അവരിവിടെ വന്നു ഒരു ഇന്ത്യക്കാരനെ കൊന്നിട്ട് പോയി. രണ്ടാമത് നീ പോയി പറ, മോദിയോട് പറ. അതെന്തുകൊണ്ട്? അപ്പൊ അതിനാണ് ഈ രണ്ട് കാര്യങ്ങള് ഇത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു സംഭവമായിരുന്നു. അപ്പൊ അതും കൂടെ കഴിഞ്ഞ സമയത്ത് ലോക്കൽസിനെയാണ് നമ്മൾ ലോക്ക് ചെയ്തത്. പാകിസ്ഥാനിലെ ലോക്കൽസിനെ നമ്മൾ ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്ത സമയത്ത് ലോക്ക് ചെയ്തത് എങ്ങനെയാണ്? അവിടെ ഈ സംഭവങ്ങളെല്ലാം കൺട്രോൾ ചെയ്തപ്പോൾ ലോക്കായി. പിന്നെ അവിടെയുള്ള ഗവൺമെന്റ് പോലും ചോദിച്ചിട്ടുണ്ട്, നീ എന്തിനാണ് ഈ വീരവാദം മുഴക്കിയത്? മിസൈല് പ്രാക്ടീസ് ചെയ്യേണ്ട സമയം ഇതായിരുന്നു. ഈ തിരുമ്പ് പിടിച്ച പാട്ട എന്തുകൊണ്ട് ഇതിനു മുന്നേ നീ പ്രാക്ടീസ് ചെയ്തില്ല? അപ്പൊ ഇത് പ്രൊവോക്ക് ചെയ്യല്ലേ? അപ്പൊ ഒരു രാജ്യത്തിന് നിങ്ങൾ പ്രൊവോക്ക് ചെയ്യുന്ന സമയത്ത് നിന്റെ കപ്പാസിറ്റി എന്തെന്നുള്ളത് മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ ചെറിയൊരു രാഷ്ട്രം വന്നിട്ട് നമ്മളെ വന്നിട്ട് വെറുതെ ഇപ്പൊ ബംഗ്ലാദേശ് വന്ന് നമ്മളെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കല്ലേ ചെയ്യുള്ളൂ. ഇതാണ് പാകിസ്ഥാൻ. പിന്നെ എന്താ വെച്ചാൽ അവർ വീരവാദം ഇടയ്ക്കിടയ്ക്ക് മുഴക്കിക്കൊണ്ടിരിക്കും. ആ വീരവാദം മുഴക്കുന്നത് ഇന്ന് പാകിസ്ഥാന്റെ പൊസിഷനിൽ ആ വീരവാദം മുഴക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അവിടുത്തെ ലോക്കൽസ് ആർ ടോട്ടലി എഗൻസ്റ്റ് ദ ഗവൺമെന്റ്. ഞാൻ ദുബായിൽ പോകുന്ന സമയത്ത് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പോലും പാകിസ്ഥാനീസ് ഒരാളെ കണ്ട സമയത്ത് സംസാരിച്ചു, ഷാർജി എന്താണ് ഈ പറയുന്നത്? എന്തിനാണ് ഞങ്ങളുടെ രാജ്യത്തിന്റെ പൊസിഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാം സാർ. ഞങ്ങളൊക്കെ ഇവിടുന്ന് അധ്വാനിച്ച് അവിടെ കൊണ്ടുപോയിട്ട് വല്ലതും കൊടുത്തിട്ട് വേണം എന്റെ കുടുംബത്തിന് ജീവിക്കാൻ. അതും ഇവിടെ കിട്ടുന്ന ഈ 2000 രൂപയ്ക്ക് വെച്ചിട്ട് എങ്ങനെയാണ് സാർ ഞങ്ങളൊക്കെ ജീവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. എന്നിട്ട് അങ്ങനെ വന്നിട്ടുള്ള രാജ്യം വന്നിട്ട് ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള രാജ്യമൊക്കെ നമ്മളെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഒന്നും കാണില്ല സാർ. ഇത് ലോക്കൽസിന്റെ ഫീലിംഗ് ആണത്. ഇവിടെ നമ്മൾ ഓരോ ലോക്കൽസ് എന്താ പറയുക, അടിക്കണം സാർ. കാരണം എന്താണ്? നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഗവൺമെന്റ് സ്ട്രോങ് ആണെന്നുള്ളത്, നിങ്ങളുടെ രാജ്യം സ്ട്രോങ് ആണെന്നുള്ളത്. അപ്പൊ പിന്നെ അവൻ എന്ത് വെള്ളം ബ്ലോക്ക് ചെയ്താലും റേഷൻ ബ്ലോക്ക് ചെയ്താലും നമ്മുടെ രാജ്യം സെൽഫ് കണ്ടന്റഡ് ആണ്, സെൽഫ് സഫിഷ്യന്റ് ആണ്. അപ്പൊ ഇതൊക്കെ നോക്കുന്ന സമയത്ത് അവരെ പോലെ ഇത്രയും ഒരു വീക്കായിട്ടൊരു രാഷ്ട്രത്തിന് ഒരിക്കലും ഇതുപോലുള്ള വീരവാദങ്ങൾ ഇറക്കാൻ പാടില്ല. ആ ഇറക്കിയത് അതിനാണ് ആ മിസൈൽ. അത് ലോക്കൽ ഗവൺമെന്റ് ചോദിച്ചില്ല, നീ എന്തിനാണ് ഇന്ത്യനെ പ്രൊവോക്ക് ചെയ്യുന്നത്? അതിനുള്ള ഉത്തരമാണെന്ന് കൊടുത്തിരിക്കുന്നത്. ആ ഉത്തരം അതുപോലെ അങ്ങ് ഇരുന്നിട്ട് അവർ മനസ്സിലാക്കിയാൽ നല്ലത്. അല്ലേ ഇത് വേറൊരു ലെവലിലേക്ക് പോകും. പോയി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തീരുകയും ചെയ്യും.
അത് അവൻ എന്ത് ന്യൂക്ലിയർ ഒന്നും എടുത്തിട്ട് അവനറിയാം, അത് എടുത്തിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ അതോടെ പാകിസ്ഥാൻ ഇസ് ഫിനിഷ്ഡ്. 1 വീണാൽ 10 അവിടെ വിടും, 10 വീണാൽ തീരാവുന്നേ ഉള്ളൂ ഈ പാകിസ്ഥാൻ. അതുകൊണ്ട് ഒരിക്കലും അത് നടക്കുമെന്നുള്ളതൊന്നും ചിന്തിക്കേണ്ട. കിട്ടാനുള്ളത് കിട്ടി, ഇനിയും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിപരമായിട്ടുള്ള നീക്കം എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ, എൻ്റെ ഒരു അനുമാനം അങ്ങനെയാണ്.